LSS ഓൾ ഇന്ത്യേഴ്സ് എന്നാണ് നമ്മുടെ ആപ്പിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര്. രണ്ടും ഉണ്ട്, ആപ്പുണ്ട് വെബ്സൈറ്റും ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ലോക്കൽ ബോഡിയുടെ ലോഗിനാണ് കയറാൻ പോകുന്നത്. യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് കയറുക. യൂസർ നെയിം പാസ്വേഡ് എല്ലാ LLBക്കും അയച്ചു തന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഓൾ ഇന്ത്യറിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾ ഇന്ത്യറിനെ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സന്നദ്ധം ഇ പാസ് വഴി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓൾ ഇന്ത്യേഴ്സിനെ നമ്മൾ കുറച്ച് പേരെ ഈ ഓർഡറുകൾ കൊണ്ട് വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വോളണ്ടിയേഴ്സിനെയാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നെയിം, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ അഡ്രസ്സ്, പിൻ, വാർഡ്, പാസ്വേഡ്, കൺഫർമേഷൻ പാസ്വേഡ്, ഇത്രയും ഡേറ്റാസാണ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ പാസ്വേഡും ഇമെയിൽ അഡ്രസ്സും അവരുടെ തന്നെയാണ്. ദെൻ പാസ്വേഡ് മാത്രം വോളണ്ടിയേഴ്സിന് കൊടുക്കുക. അവരുടെ ലോഗിൻ കയറുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി എല്ലാ വോളണ്ടിയേഴ്സിനെയും അവിടെ വ്യൂ ആവുന്നുണ്ട്. വോളണ്ടിയേഴ്സിൻ്റെ ലിസ്റ്റുകളെല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ വോളണ്ടിയേഴ്സിൻ്റെ ലിസ്റ്റുകൾ. ഇനി അടുത്തത് ഓർഡർ ലിസ്റ്റാണ്. ഓർഡർ ലിസ്റ്റ് എല്ലാ ഓർഡർ ലിസ്റ്റുകളും ഓരോ യൂസേഴ്സും നമ്മുടെ പഞ്ചായത്തിലേക്ക് തന്നിരിക്കുന്ന ഓർഡർ ലിസ്റ്റുകളാണ് കാണുന്നത്. ഫസ്റ്റ് ഏതൊരു ഓർഡർ ലിസ്റ്റ് എടുക്കുക, വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫുൾ ഡേറ്റാസ് നെയിം തൊട്ട് മൊബൈൽ നമ്പർ, ഫുൾ ഡേറ്റാസ് അവിടെയുണ്ട്. ആ ഓർഡറുകൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ള ഓരോ വോളണ്ടിയറിനെ സെലക്ട് ചെയ്ത് അസൈൻ ചെയ്ത് അപ്രൂവ് ചെയ്യുക. ഇനി ഏതെങ്കിലും ഓർഡറുകൾ നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഫേക്കാണെന്ന് തോന്നുകയാണെങ്കിൽ ആ ഓർഡറുകൾ നമുക്ക് റിജക്റ്റ് ചെയ്യാനും ഇവിടെ തന്നെ ഓപ്ഷനുണ്ട്. ആ റിജക്റ്റ് ബട്ടൺ കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഇനി അപ്രൂവ് ലിസ്റ്റ്, റിജക്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്രൂവ് ചെയ്ത് എത്രയും നേരം നമ്മൾ അപ്രൂവ് ചെയ്ത ലിസ്റ്റുകളെല്ലാം അവിടെ വ്യൂ ആവുന്നതാണ്. ഇനി റിജക്റ്റിലാണെങ്കിൽ റിജക്റ്റ് ചെയ്ത ലിസ്റ്റുകളെല്ലാം ഡെലിവേർഡ് ലിസ്റ്റിൽ, നോട്ട് ഡെലിവേർഡ് ലിസ്റ്റിൽ വോളണ്ടിയർ ഡെലിവേർഡ് ചെയ്ത് അല്ലെങ്കിൽ നോട്ട് ഡെലിവേർഡ് ചെയ്ത ലിസ്റ്റുകളാണ് അവിടെ വ്യൂ ആവുന്നത്. LSS ഓൾ ഇന്ത്യേഴ്സ് എന്നാണ്